മച്ചന്മാരെ, കൊമ്പൻ വാളകളുടെ വിഹാര കേന്ദ്രമായ ഒരു തീപ്പൊരി സ്പോട്ടിലാണ് ഇന്ന് രാവിലെ തന്നെ നമ്മുടെ ചൂണ്ടപ്പുലികൾ വേട്ടയ്ക്കായി എത്തിയിരിക്കുന്നത്. ഒന്നിനു പുറകെ ഒന്നായി 10-15 കിലോ വലുപ്പം വരുന്ന യമണ്ട സൈസിലുള്ള വാളകളാണ് ചൂണ്ടക്കാർക്ക് ഇവിടുന്ന് അടിച്ചു കയറിയത്. ഇന്നലെ വാള എവിടെയെങ്കിലും അടിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നോക്കി നിന്നിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് തന്നെ ആ സ്പോട്ടിലെത്തി മാക്സിമം എണ്ണത്തെ പിടിച്ചെടുക്കണം. മറ്റുള്ള മീനുകൾ പോലെയല്ല, സീസൺ സമയത്ത് മാത്രം അടിക്കുന്ന മീനുകളാണ് ഈ ആറ്റുവാളകള്. സീസൺ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മഷിയിട്ട് നോക്കിയാൽ പോലും ഒരു ആറ്റുവാളയെ പോലും കാണാൻ പോലും കിട്ടത്തില്ല. ജീവനുള്ള ഇരകളെ ഓടിച്ചിട്ടടിക്കാനാണ് ആറ്റുവാളകൾക്ക് ഏറ്റവും ഇഷ്ടം. രാവിലെ സമയത്തൊക്കെ നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ വെള്ളത്തിന്റെ മുകളിലൂടെ അവർ പരലിനെയും തുള്ളിനെയൊക്കെ ഇട്ട് പായ്ക്കുന്നത് കാണാനായിട്ട് പറ്റും. ഇവിടെ കായലിന്റെ മിക്ക ഭാഗങ്ങളിലും തന്നെ ആറ്റുവാളയുടെ ആക്ടിവിറ്റി ശരിക്കും കാണാം. നമ്മുടെ തൂളിയൊക്കെ ഏറെടുക്കുമ്പോൾ തന്നെ വെള്ളം അടിച്ച് തെറിപ്പിച്ചാണ് ഈ ആറ്റുവാളകൾ ഏറെടുത്ത് പോകുന്നത്. അങ്ങനെ ഒരു ആക്ടിവിറ്റി കായലിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, അവിടെ ഉറപ്പായിട്ടും ആറ്റുവാളയുടെ സാന്നിധ്യം ഉണ്ടാവും. അവിടെ തന്നെ എറിഞ്ഞുകൊണ്ടിരുന്നാൽ മതി, കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവൻ ഉറപ്പായിട്ടും കയറി അടിച്ചിരിക്കും അതില്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയുടെ പ്രഭാവം കൊണ്ട് വെള്ളം അല്പം കലങ്ങിയിട്ടുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ചൂണ്ടക്കാരെല്ലാം സിൽവർ സ്പൂളൂറുകളാണ് ഇന്നിവിടെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതലും കലക്കവെള്ളത്തില് സിൽവർ സ്പൂളൂറുകൾക്ക് ഗോൾഡനേക്കാൾ വിസിബിലിറ്റി കിട്ടും. അതുപോലെ തന്നെ വിലയും കുറവാണ് ഈ ഹാൻഡ് മെയ്ഡ് സിൽവർ സ്പൂളൂറുകൾക്ക്. ഈ സ്പോട്ടില് ആറ്റുവാള എപ്പോ അടിക്കും എങ്ങനെ അടിക്കുമെന്ന് നമുക്ക് ഒട്ടും പിടിക്കാനായിട്ട് പറ്റില്ല. നമ്മുടെ സ്പൂളൂറ് ചില സമയങ്ങളിൽ വെള്ളത്തിൽ ചെന്ന് വീഴുമ്പോൾ തന്നെ അടിപൊട്ടാറുണ്ട് ഇവിടെ. ചില സമയങ്ങളിൽ നമ്മൾ റിട്രീവ് ചെയ്ത് തൊട്ടടുത്ത് എത്തുമ്പോഴായിരിക്കും ആറ്റുവാള കയറി അടിക്കുക. അടിക്കുന്ന എല്ലാം വലിയ വാള ആയതുകൊണ്ട് തന്നെ റീലിന്റെ ഡ്രാഗ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പോഴും അല്പം ലൂസാക്കിയിട്ടേ നമ്മൾ കാസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അടി കിട്ടി കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈൻ വലിച്ചുകൊണ്ട് നല്ല ദൂരം തന്നെ ആറ്റുവാള ഓടും. ഇപ്പൊ നമ്മുടെ ചൂണ്ടക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സിൽവർ സ്പൂളൂറുകൾക്ക് മാരക ആക്ഷനാണ്. ആറ്റുവാള പ്രധാനമായിട്ടും ആഹാരമാക്കുന്ന തൂളി, പരള്, വയമ്പ് പോലുള്ള മീനുകൾ വെട്ടി വരുമ്പോൾ തന്നെയാണ് ഈ സ്പൂളൂർ റിട്രീവ് ചെയ്യുമ്പോൾ വരുന്നത്. എല്ലാ സ്പൂളൂറുകളുടെയും ഹുക്കുകളോട് ചേർന്ന് ഒരു ചുമന്ന ടെയിലും കൊടുത്തിട്ടുണ്ട്. ആറ്റുവാള നോക്കുമ്പോൾ ശരിക്കും അവർ ഇരയാക്കുന്ന മീനുകളുടെ ടെയില് പോലെ തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അടിക്കുമ്പോ ആ ഭാഗം കൂട്ടി അവർ അടിക്കത്തുള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, അടിക്കുന്ന സമയത്ത് മിന്നലിന്റെ വേഗതയിലാണ് ഈ ആറ്റുവാളകൾ വന്ന് സ്ട്രൈക്ക് ചെയ്യുക. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ മുതുകിലും ടെയിലൊക്കെ ആയിരിക്കും ആറ്റുവാളയുടെ ഹുക്ക് കുടുങ്ങുക. വാലിലൊക്കെ ചൂട കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5 കിലോയുള്ള ആറ്റുവാളയ്ക്ക് ഒരു 10 കിലോയുള്ള ആറ്റുവാളയുടെ ഫൈറ്റ് ആയിരിക്കും. അവനെ അടിച്ചു കയറ്റാനായിട്ട് നല്ല സമയവും വേണ്ടി വരും. ശരീരത്തിൽ ഒട്ടും ചിതമ്പലുകൾ ഇല്ലെങ്കിലും നല്ല കരുത്തുള്ള ശരീരമാണ് ഈ ആറ്റുവാളയുടേത്. നമ്മൾ അടിച്ചു കയറ്റി തൊട്ടടുത്ത് വരുമ്പോഴാണ് അവരുടെ സകല ശക്തിയും അവർ പുറത്തെടുക്കുക. നമ്മൾ ഫുൾ ഡ്രാഗ് കിട്ടാണ് അവന്മാരെ പിടിക്കുന്നതെങ്കിൽ ഒരു 6 കിലോയ്ക്ക് മുകളിലുള്ള ആറ്റുവാളയ്ക്ക് ചൂണ്ടക്കാരനെ വരെ അനായാസം വലിച്ച് വെള്ളത്തിലിടാനുള്ള കരുത്തുണ്ട്. നമ്മൾ വെള്ളത്തിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 8ന്റെ പണി കിട്ടും. അത് മാത്രമല്ല, ഇഷ്ടം പോലെ ചൂണ്ടക്കാരുടെ ചൂണ്ടയും വട്ടം ഒടിച്ചിട്ടുണ്ട് ഈ ആറ്റുവാളകള്. കരയെ പിടിച്ച് കയറ്റിയാലും മഹാ ഡേഞ്ചറാണ് ഈ മീൻ. ഈ ആറ്റുവാളയുടെ വായ നിറയെ അരമ്പോലുള്ള പല്ലുകളാണ്. വാളയുടെ ഒരു കടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടി കിട്ടുന്ന ഭാഗത്തെ സകല തോലും അവൻ കൊണ്ടുപോകും. ആ കടി ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളതും ചൂണ്ടക്കാർക്ക് തന്നെയാണ്. എപ്പോഴും ഒരു ഗ്രിപ്പർ ഉപയോഗിച്ച് ആറ്റുവാളയെ കൈകാര്യം ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. മച്ചന്മാരെ, ഒന്നും പറയാനില്ല, അടി പൊട്ടി തുടങ്ങിയപ്പോൾ മാരകടിയാണ്. ഒന്നിനു പുറകെ ഒന്നായി നല്ല തകർപ്പൻ വളകളാണ് കയറിക്കൊണ്ടിരിക്കുന്നത്.